അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എം4ടെക്കിൻ്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരു കുപ്പിക്കകത്തൊരു ഭൂതം വരുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. പക്ഷേ അതിനകത്ത് എങ്ങനെയാണോ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു കുപ്പിക്കകത്ത് തുറക്കുമ്പോൾ ഭൂതം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ആദ്യമേ പറയാം. ആവശ്യമുള്ള സാധനം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. പെറോക്സൈഡ് 30% എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. 30% അങ്ങനെ വാങ്ങാൻ കിട്ടത്തില്ല, കാരണം കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർ തരത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡാണ്. 10% ഒക്കെ വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. നമ്മുടെ കിണറൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ ഒരു രണ്ട് സാധനവും നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ക്രിസ്റ്റലാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുപ്പിക്കകത്തു നിന്ന് വരുന്ന ഭൂതത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് കണ്ടു കാണും, അത് കുറച്ച് സമയം നിന്നോളൂ. പക്ഷേ നമ്മുടെ എം4ടെക് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറേ സമയം നിന്നു. അതിനുള്ള കാരണം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് 30% ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് 6% ആണ്. അതായത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. 30% അവൈലബിൾ അല്ല, കാരണം അത് കയ്യിൽ വീണ പൊള്ളും ചൊറിച്ചിൽ വരും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതവിടെ വിൽക്കത്തില്ല. അത് ഇതുപോലെയുള്ള ലാബ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ അത് കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു 6% വെച്ച് കാണിച്ചു തന്നത്. ഇതേ ഒരു സംഭവം തന്നെയാണ് 30%. 30% കൂടുതൽ ഓക്സിജൻ ഉള്ളതുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുമ്പോഴത്തേക്കും H2O ആണ് നമ്മുടെ വാട്ടർ. അപ്പോൾ ഒരു ഓക്സിജൻ കൂടെ ചേർന്നതാണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ഓക്സിജൻ പെട്ടെന്ന് റിലീസ് ആവുന്നതാണ് ഈ ഒരു പുക ഒരു സ്മോക്ക് രൂപത്തിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എക്സ്പെരിമെൻ്റൊക്കെ ആയിട്ട് സ്കൂളിലോ കോളേജിലൊക്കെ കാണിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ 30% വാങ്ങുക. അത് നിങ്ങളെ ലാബ് എക്യുപ്മെൻറ്റ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.